പഞ്ചാബിൽ ഇത്തവണ 13 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ BJP തീരുമാനമെടുത്തപ്പോഴേ ഏവരും കരുതിയതാണ് ഒരു വലിയ നീക്കം BJP പഞ്ചാബിൽ നടത്തുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് പഞ്ചാബിൽ അവർക്ക് അറിയപ്പെടുന്ന മുഖങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഓപ്പറേഷൻ അവർ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്നു. ഇപ്പോഴത്തെ ആ ഓപ്പറേഷൻ ലോട്ടസിൻ്റെ ഏറ്റവും അടിപൊളിയായ നീക്കം, ഇല്ലെങ്കിൽ ഒരു ഭയങ്കര നീക്കം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ ഒരേ ഒരു MP, നിലവിലുള്ള ഒരേ ഒരു MPയെയും മറ്റൊരു MLAയും അടക്കം BJPയിൽ ഇന്നലെ ജോയിൻ ചെയ്തിരിക്കുന്നു. ജലന്ധറിൽ നിന്നുള്ള MP സുശീൽ കുമാർ റിങ്കു ആണ് ഇന്നലെ ജോയിൻ ചെയ്തത്. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് 2023 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58,691 വോട്ടുകൾക്ക് വിജയിച്ച ഒരു MP കൂടിയാണ്. അദ്ദേഹം BJPയിൽ ചേർന്നിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു MLA ആയ ആം ആദ്മി പാർട്ടിയുടെ MLA ആയ ശീതൾ അങ്കുറിലും BJPയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് നിലവിൽ MPമാരില്ലാത്ത അവസ്ഥയാണ്. ഒരു MP മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ MP ആണ് BJPയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ രണ്ടു പേർക്കും പാർട്ടി സീറ്റ് നൽകുമെന്ന് ഇതിനോടകം തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. ഈ സുശീൽ കുമാർ റിങ്കു ജലന്ധറിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടും. ശീതൾ അങ്കുറിലിൻ്റെ മണ്ഡലം ഏതാ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തീരുമാനിക്കും. ഏതായാലും പഞ്ചാബിൽ BJPയുടെ ഓപ്പറേഷൻ ലോട്ടസ് വളരെ സക്സസ് ആയി തന്നെ പോകുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ. കാരണം പഞ്ചാബിനെ സംബന്ധിച്ച് അവർക്ക് അറിയപ്പെടുന്ന മുഖങ്ങളൊന്നും തന്നെ ഇല്ല. നിലവിൽ രണ്ട് MPമാർ മാത്രമാണുള്ളത്. ശിരോമണി അകാലിദളുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു. ഇനിയൊരു സഖ്യം ഉണ്ടാകില്ല എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം. അരവിന്ദ് കെജ്രിവാൾ മദ്യകുംഭകോണത്തിൽ അകത്ത് പോയതിന് തൊട്ടു പിന്നാലെ പഞ്ചാബിലും നിയമ നടപടികളും ഇല്ലെങ്കിൽ അതിൻ്റെ പരിശോധനകളും മീഡിയം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് ആം ആദ്മി പാർട്ടിക്ക് ഇടുത്തി പോലെ അവരുടെ ഒരേ ഒരു MP BJPയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.